ഇന്ത്യയെ പലവട്ടം തള്ളിപ്പറഞ്ഞ് അധികാരത്തിൽ തുടരാൻ ജസ്റ്റിൻ ട്രൂഡോയെ പ്രേരിപ്പിച്ചത് 8 ലക്ഷത്തോളം വരുന്ന സിഖ് വോട്ടുകളായിരുന്നു. അതിനായി അദ്ദേഹം ഖാലിസ്ഥാൻ ഭീകരരെ ഒന്നൊന്നായി പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും അവസാനം നിജറിൻ്റെ കൊലപാതകം ഇന്ത്യയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണമായിരുന്നു. പക്ഷേ ഈ ആരോപണത്തിനെതിരെ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ജസ്റ്റിൻ ട്രൂഡോയ്ക്കായില്ല. പലവട്ടം ഇന്ത്യ ഇത് ആവർത്തിച്ചു പറഞ്ഞതാണ്. ഒടുവിൽ നയതന്ത്ര ബന്ധം തകരാറിലായി. നമ്മൾ നമ്മുടെ നയതന്ത്ര പ്രതികളെ തിരിച്ചു വിളിച്ചു, കാനഡയും തിരിച്ചു വിളിക്കുകയുണ്ടായി. അങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ആദ്യത്തെ വെടി പൊട്ടിച്ചത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ലിബറൽ പാർട്ടിയായിരുന്നു. ലിബറൽ പാർട്ടിയിലെ 20ഓളം എംപിമാർ ഇന്ത്യക്കെതിരെ ട്രൂഡോ നടത്തുന്നത് രാജ്യങ്ങളെ വെറുപ്പിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. അതോടുകൂടി തന്നെ ട്രൂഡോയുടെ പതനം ഉറപ്പായിരുന്നു. അതുവരെ ട്രൂഡോ കൊണ്ടു നടന്നിരുന്ന ഖാലിസ്ഥാനികളുടെ പാർട്ടി 24 എംപിമാരുള്ള ആ പാർട്ടിയും പിന്തുണ പിൻവലിച്ചിരുന്നു. അതിനിടയിൽ തന്നെ അവരുടെ ഉപപ്രധാനമന്ത്രിയായ ക്രിസ്റ്റീനിയ ഫ്രീലാൻഡ് രാജിവെച്ചിരുന്നു. അങ്ങനെ ആകെ തകർന്നു തരിപ്പണമായ ജസ്റ്റിൻ ട്രൂഡോയോ അദ്ദേഹം ഒടുവിൽ രാജിവെക്കുന്നു. ഈ രാജിവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയചകിതരായി ലോകമെമ്പാടും നെട്ടോട്ടമോടുകയാണ് ഖാലിസ്ഥാൻ ഭീകരർ. കാരണം ഒരു ഭാഗത്ത് ട്രംപാണ്, ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ട്രംപ് ഈ അവസാന ദിവസവും, അതായത് ട്രൂഡോ രാജിവെക്കുന്ന അവസാന ദിവസവും ട്രംപ് പറഞ്ഞത് കാനഡ അമേരിക്കയിലേക്ക് കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ്. ഏതായാലും അജ്ഞാതർ വീണ്ടും കാനഡയിൽ പണി നടത്തുമോ എന്നുള്ള വലിയ ഭയത്തിൽ തന്നെയാണ് ഖാലിസ്ഥാൻ ഭീകരർ. കാരണം അവരെ പിന്തുണച്ചിരുന്ന ട്രൂഡോ ഒരു ഗതിയും പരഗതിയുമില്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.